ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുരാരിയുടെ അറസ്റ്റ് നിർണായക നീക്കമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അന്വേഷണവുമായി ദേവസ്വം ബോർഡ് സഹകരിക്കും, ഏത് ഉദ്യോഗസ്ഥരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ എന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് നടന്നല്ലോ അല്ലേ? അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? പിന്നെ അതൊരു നിർണായക നീക്കമായിരിക്കും, എന്താ തോന്നുന്നത്? അല്ല, മുരാരി ബാബു മാത്രമല്ല, ഇതിൽ പൊതുപ്പട്ടികയിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യട്ടെ, അവരെ ചോദ്യം ചെയ്യട്ടെ, എന്നാലേ സത്യം പുറത്തു വരാൻ പറ്റുള്ളൂ. 2019 പിന്നെ അദ്ദേഹം ഏവോ ആയിരുന്നപ്പോഴാണ് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ബോർഡിലേക്ക് റിപ്പോർട്ട് അയച്ചത്. അത് ശരിയാണ്. അപ്പൊ ഈ വിജയമല്യ സ്വർണം പൂശിയതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഉറപ്പായിട്ടും. റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, ഏത് ഉദ്യോഗസ്ഥരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് PS പ്രശാന്ത് നമ്മളോട് പറഞ്ഞത്. അതേ ഇനി അറിയാനുള്ളൂ. ഇനി അടുത്ത ഉദ്യോഗസ്ഥൻ ആര്, അടുത്ത ഉന്നതൻ ആര്, അതാണ് ചോദ്യം. അന്വേഷണ സംഘം ആദ്യം ഇതിന്റെ പ്രധാന കണ്ണി എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോയി. അതിനുശേഷം പോറ്റിയുടെ സുഹൃത്തുക്കളിലേക്ക് പോയതിനു ശേഷമാണ് FIRലുള്ള 10 ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാന പങ്ക് സ്വർണ്ണക്കൊള്ളയ്ക്ക് കാരണക്കാരൻ എന്ന് കണ്ടെത്തിയ മുരാരി ബാബുവിലേക്ക് പോയത്. മുരാരി ബാബുവിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രത്യേകത, പ്രതിപട്ടികയിലുള്ള 10 ഉദ്യോഗസ്ഥരിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായി ജോലിയിലുള്ളത്. അതിലൊന്ന് മുരാരി ബാബുവാണ്, നിലവിൽ സസ്പെൻഷനിലാണ്. ഒപ്പം ശബരിമലയിലെ ദേവസ്വം പൊതുമരാമത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ K സുനിൽകുമാർ കൂടി നിലവിൽ ജോലിയിലുള്ള സർവീസിലുള്ള ആളാണ്. അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം സുനിൽകുമാറിലേക്ക് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ തുടക്കം മുതലുള്ള വർഷങ്ങളായി സന്നിധാനത്ത് ജോലി ചെയ്യുന്ന, ഏതാണ്ട് 25 വർഷമായി സന്നിധാനത്ത് മാത്രം ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സുനിൽകുമാർ. ഇതിൽ വിജയമല്യ സ്വർണം പൂശിയ സമയത്ത് ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം സ്വർണം ചെമ്പാക്കുന്നതിൽ മുരാരി ബാബുവിനൊപ്പം അഹസറിൽ ഒപ്പിട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് സുനിൽകുമാർ. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം സുനിൽകുമാറിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാന കണ്ണി 2 പേരാണ്. അന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാറാണ്. അതിനുശേഷം സുധീഷ് കുമാറിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക എന്ന് മനസ്സിലാക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S ജയശ്രീ ഇതിൽ ആരോപണ വിധേയരായ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ ജയശ്രീക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ അവർ കുറെ നാളുകളായി വീട്ടിൽ വിശ്രമത്തിലാണ്. അതുകൊണ്ട് ജയശ്രീയെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഈ 10 ഉദ്യോഗസ്ഥരിലേക്കും പോയതിനു ശേഷം മാത്രമായിരിക്കും രണ്ടാമത്തെ FIRലേക്ക് കടക്കുക. രണ്ടാമത്തെ FIRലേക്ക് കടക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിലെ 2019 ഭരണസമിതി അംഗങ്ങളായ A പത്മകുമാറിനും KP ശങ്കർദാസിനും N വിജയകുമാറിനും എതിരായ കസ്റ്റഡിയും ചോദ്യം ചെയ്യലും മറ്റും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന് നേർവിപരീതമായി സംഭവിക്കാനുള്ള സാധ്യത, മുരാരി ബാബു ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന ഉദ്യോഗസ്ഥനാണ് ഇതിനകത്ത് തനിക്കൊപ്പം ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് എന്ന മൊഴിയോ മറ്റു നൽകുന്ന സാഹചര്യത്തിൽ ഈ ക്രമത്തിലല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇനി കസ്റ്റഡിയിലെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗൂഢാലോചനയിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുവഹിച്ച ആളെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. യെസ്, TV പ്രസാദ് കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, ഒരു 5:30 റാന്നിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്നാണല്ലോ കരുതുന്നത്. പിന്നീട് ഇന്ന് മറ്റെന്തൊക്കെ നടപടിക്രമങ്ങളിലേക്കായിരിക്കും കടക്കുക? അന്വേഷണത്തിൽ തന്നെ ഇനിയിപ്പോൾ നിർണായകമായ മറ്റെന്തൊക്കെ ഘട്ടങ്ങളുണ്ടാവും? റോഷ്നി, അന്ന് നമ്മൾ പോറ്റിയുടെ കാര്യത്തിൽ കണ്ടു. അന്ന് രാവിലെ 8:30 പുറപ്പെട്ട് 10:00 റാന്നി കോടതിയിൽ പോറ്റിയെയും കൊണ്ട് എത്തിച്ചത്. ഇന്നിപ്പോൾ 3:30 കഴിഞ്ഞു ഇവിടെ നിന്ന് പുറപ്പെടാൻ. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ എന്തായാലും എടുക്കും എന്നുള്ളതാണ്. വെഞ്ഞാറമൂട് വലിയ ഗതാഗത കുരുക്കാണ്. അവിടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ ഗതാഗത കുരുക്കുണ്ട്. പക്ഷേ 2 മണിക്കൂറിനകം തന്നെ റാന്നി കോടതിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റഹീസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ ഒരു വ്യക്തത വേണ്ടത്. കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ചോദിച്ച 14 ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചു. കാരണം തെളിവെടുപ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമല
ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോറ്റിയെയും കൊണ്ട് തെളിവെടുക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുരാരിയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ തെളിവെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു തീരുമാനം വരേണ്ടതുമുണ്ട്. അത് ഇതുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലെല്ലാമാണ് ഇതിലൊരു തീരുമാനമായി വരേണ്ടതുള്ളത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതായത് ആദ്യം പിടിക്കപ്പെട്ട ആദ്യ ഉദ്യോഗസ്ഥനായി മുരാരി ബാബു മാറി എന്നുള്ളതാണ്. മുരാരി ബാബുവാണ് ഈ കേസിൽ ഏറ്റവും നിർണായക റോളുള്ള ഒരാൾ. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. 2019 ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളയിലെയും സ്വർണ്ണപ്പാളികൾ, ആ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതി ഉത്തരവിറക്കി അത് കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരാനുള്ള ഉത്തരവിറക്കുന്നത് മുരാരി ബാബുവാണ്. മുരാരി ബാബു എന്നൊരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം കഴിയുമോ എന്ന ചോദ്യത്തിനാണ് ഇനിയിപ്പോൾ മറുപടി കിട്ടേണ്ടത്. ആ മറുപടി പറയേണ്ടത് ആൾ മുരാരി ബാബു തന്നെയാണ്. മുരാരി ബാബുവിന് എവിടുന്നെങ്കിലും നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല ഇങ്ങനെ ഒരു മോഷണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് മുരാരി ബാബു തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ കൂടി ചിലരെ കൂട്ടുകയായിരുന്നോ എന്നുള്ളതാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ മൊഴി ഏറെ നിർണായകമാണ്. അന്ന് ഇതിനെല്ലാം ഭരണസമിതിയും കൂട്ടുനിന്നു എന്ന് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് ഈ കേസിലേറെ നിർണായകമാകുന്നു. മുരാരി ബാബുവിനെ ഇനിയിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. കോടതിയുടെ നടപടിക്ക് ശേഷം ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് കടക്കും. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നും അല്ലാതെയും ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ കേസിൽ ഏറെ നിർണായകമാകുന്നത്. ഇതിൽ പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുരാരി ബാബുവിൽ നിന്ന് കിട്ടാനുള്ളത് ഇത് മുരാരി ബാബുവിൻ്റെ ബുദ്ധിയായിരുന്നോ എന്നുള്ളതാണ്, അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബുദ്ധിയായിരുന്നോ എന്നുള്ളതാണ്. അതൊക്കെ ചോദിക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു തട്ടിപ്പുകാരന് മാത്രമായി ഇവരെയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് നടത്താൻ കഴിയുമോ, വലിയ മോഷണം നടത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതേ ചോദ്യം തന്നെയാണ് മുരാരി ബാബുവിൻ്റെ കാര്യത്തിലുമുള്ളത്. അവിടെ ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റുണ്ട്, അംഗങ്ങളുണ്ട്. ഇവരെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ചെമ്പാണ് ഉള്ളത് എന്ന് എഴുതി ചേർക്കാനുള്ള ധൈര്യം അത് മുരാരി ബാബുവിന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഇതിനെ എതിർത്തില്ല, ഈ കാര്യത്തിനെല്ലാം സപ്പോർട്ട് നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡ് ഭരണസമിതിയും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വലിയ കൊള്ളയായിട്ട് വേണം ഇതിനെ കാണാൻ. പക്ഷേ അത് ബന്ധിപ്പിക്കുന്ന ഒരു കുറ്റപത്രത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കണമെങ്കിൽ അന്വേഷണ സംഘത്തിന് വേണ്ടത് തെളിവുകളാണ്, കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകളിലേക്കുള്ള യാത്രയാണ് ഉറപ്പായും ഇന്നത്തെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്. മുരാരി ബാബുവിൻ്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും ഇന്നലെയുമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് പുറത്തു വന്നാൽ നമുക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. കഴിഞ്ഞ ഹൈക്കോടതി ഇടപെടൽ വരെ വളരെ ശാന്തമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്ന് നിൽക്കുന്നവരിലും വട്ടം കറങ്ങിയുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചതോടുകൂടിയാണ് 24 മണിക്കൂർ പൂർത്തിയായതിന് പിന്നാലെ മുരാരി ബാബുവിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. കാരണം ഭരണസമിതിയുടെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2019 ഭരണസമിതി മാത്രമല്ല 2025 നിലവിലുള്ള ഭരണസമിതിയും ദേവസ്വം ബോർഡും തെറ്റുകാരാണ് എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. അതായത് 2019 തെറ്റ്, കളവ് അത് മറച്ചു വയ്ക്കാനാണോ ഇപ്പോഴും കൊണ്ടുകൊടുത്തത് എന്നുള്ള പ്രധാനപ്പെട്ട പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി മുകളിൽ എപ്പോഴും നോക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം അവർക്കിഷ്ടപ്പെട്ട രീതിയിലോ സർക്കാർ പറയുന്ന രീതിയിലോ കൊണ്ടുപോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ പ്രസാദ് പറഞ്ഞതുപോലെ അന്വേഷണം നടക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ തെളിയട്ടെ.